കാസർഗോഡ് ബ്ലാൽ പഞ്ചായത്തിൽ വീട് നിർമ്മാണത്തിന് മണ്ണെടുത്ത നിർധനയായ വയോധികയ്ക്ക് പിഴയിട്ട് മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ്. വയോധികയായ തങ്കമണിക്കെതിരെയാണ് മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ ചടുല വേഗത്തിലുള്ള നടപടി. 8 സെന്റ് ഭൂമിയിൽ നിന്ന് തങ്കമണിയും കാഴ്ചാപരിമിതിയുള്ള ഭർത്താവും ചേർന്ന് കല്ലും മണലും കടത്തിയെന്നാരോപിച്ചാണ് ജിയോളജി വകുപ്പിന്റെ നടപടി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ജയിലിൽ കിടന്നോളാം, ഒന്നും ഇല്ല, ആരുമില്ലല്ലോ, പിന്നെ വേറെ വഴിയില്ല, ഞാൻ പോകാൻ തന്നെ എൻ്റെ തീരുമാനം. കാസർഗോഡ് ജില്ലയിൽ ജിയോളജി വകുപ്പിന്റെ അതിവേഗത്തിലുള്ള നിയമ നടപ്പിലാക്കൽ വഴി ദുരിതത്തിലായ ഒരു വയോധികയുടെ കഥയാണിത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലാണ് തങ്കമണിക്ക് വീട് അനുവദിക്കപ്പെട്ടത്. കാസർഗോഡ് ബളാൽ പഞ്ചായത്ത് ഓഫീസിനടുത്ത തങ്കമണിയുടെ പേരിലുള്ള 8 സെന്റ് ഭൂമിയിൽ നിന്ന് വൻതോതിൽ മണ്ണും കല്ലും ജിയോളജി വകുപ്പിന്റെ അനുമതിയില്ലാതെ കടത്തിയെന്ന പേരിലാണ് മാസങ്ങൾക്ക് മുമ്പ് ജിയോളജി വകുപ്പ് തങ്കമണിക്ക് 1 ലക്ഷം രൂപ പിഴയിട്ടത്. പിഴ അടച്ചില്ലെങ്കിൽ ജയിലിൽ പോവേണ്ടി വരുമെന്ന് പേടിപ്പിച്ച് നോട്ടീസിൽ ഒപ്പും വാങ്ങിച്ചു. വീട് നിർമ്മിക്കാൻ തറ നിരത്തിയപ്പോൾ ഉണ്ടായ കല്ലും മണ്ണും റോഡിന് മറുവശത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലേക്ക് മാറ്റിയിട്ടതാണെന്നും അല്ലാതെ എവിടേക്കും കടത്തിക്കൊണ്ടുപോയിട്ടില്ലെന്നും വ്യക്തമാക്കിയിട്ടും അധികൃതർക്ക് മനസ്സലിഞ്ഞില്ല. ആഴ്ചകൾക്ക് മുമ്പ് വീണ്ടും പുതിയ നോട്ടീസ് വന്നു. തുക സംഖ്യ 46,000 കുറഞ്ഞിട്ടുണ്ട്. ഈ പിഴ അടച്ചേ പറ്റൂ എന്നും അല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരുമെന്നും വീണ്ടും ഓർമ്മിപ്പിച്ചു. ഈ പെരുമഴക്കാലത്തും പണി പൂർത്തിയാവാത്ത ഈ വീടിന് മുന്നിൽ ആധിയോടെ നിൽപ്പാണ് ഈ അമ്മ. നമുക്കൊരു കത്ത് വന്നു ആദ്യം. അതിലുണ്ടായത്, ഇത് ഇങ്ങനെ കല്ലും മണ്ണും എടുക്കുന്നതിന് നിങ്ങൾക്ക് അറിയുന്നതല്ലേ, ഇതെല്ലാം അതിനെല്ലാം പോയി കടലാസെല്ലാം ആക്കേണ്ടതല്ലേ എന്തെല്ലോ പറഞ്ഞു, അവർ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല അങ്ങനെ കല്ല് ഇതെല്ലാം എടുക്കുന്നതിന്, നമ്മളെ വളർത്തുന്ന ഇപ്പോൾ ഇത് എടുക്കുന്നതിന് അങ്ങനെയില്ല ഒരു നിയമം നമുക്കറിയില്ല, അത് ഉണ്ടാകുന്നല്ലേ പിന്നെയല്ലേ അറിയുന്നു. അപ്പോൾ പറഞ്ഞു, പിന്നെ നിങ്ങൾ അതിന് പിന്നെ 1 ലക്ഷം റുപ്യ നമ്മൾ അത്രയും കല്ലും ഇതെല്ലാം എടുത്തിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾ അടക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് അടക്കാനാവില്ല എന്തായാലും. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട്, ജയിലിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ജയിലിലൊക്കെ കിടക്കേണ്ടി വരും. വീട് നിർമ്മാണത്തിന് വേണ്ടി മണ്ണും കല്ലും വൻതോതിൽ കടത്തിയ തങ്കമണി കണ്ണു കാണാത്ത ഭർത്താവുമൊത്ത് താമസിക്കുന്ന വാടക റൂമാണിത്. ഇങ്ങനെ കഴിയുന്ന ഈ വയോധികരോടാണ് കർശനമായി നിയമം നടപ്പിലാക്കി ജിയോളജി വകുപ്പ് അധികൃതർ അഭിമാനം കൊള്ളുന്നത്. പ്രതിഷേധാർഹമാണ്, വളരെ പ്രതിഷേധാർഹമാണ് കാര്യം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നിരവധി അപേക്ഷകളും പരാതികളും കൊടുത്തിരുന്നു. അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല, അതൊന്നും വേണ്ട നടപടികൾ ഉണ്ടായിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പണക്കാരൻ നടത്തുന്നുണ്ട്. 10 സെന്റും 15 സെന്റും മണ്ണ് മാറ്റിക്കൊണ്ട് വീട് പണിയുന്നുണ്ട്. അവിടുത്തെ കല്ലുകളൊക്കെ പൊട്ടിച്ചുകൊണ്ട് വിൽക്കുന്നുണ്ട്. ഇവരിപ്പോൾ കല്ല് ഒരു സാധനം ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല. കല്ലുകൾ പൊട്ടിച്ചവിടെ അവിടെ മുറ്റം കെട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മണ്ണ് മറ്റു പറമ്പിൽ നിൽക്കുക. തികച്ചും എന്താ അതിന് പറയേണ്ടത്, തികച്ചും വേദനാജനകമായ ഒരു കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 50,000 പോയി 5 രൂപ പോലും അടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ളത്. ജില്ലയിൽ പലയിടത്തും സംരക്ഷിത ഭൂമികളിൽ നിന്ന് പോലും കുന്നിടിച്ചും കല്ല് പൊട്ടിച്ചും തോന്നുംപടി വീട് നിർമ്മാണം നടക്കുമ്പോഴാണ് ഈ വയോധികയ്ക്ക് ജിയോളജി വകുപ്പിന്റെ കടുംവെട്ട്. മഴ തുടരുമ്പോൾ പാതിവഴിയിലായ വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ പോലും കഴിയാത്ത ഈ വയോധികർ പകച്ചു നിൽപ്പാണ്. മനുഷ്യത്വമില്ലായ്മ എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്ന ഈ നിയമലംഘനത്തിന് എങ്ങനെ പിഴയടയ്ക്കുമെന്ന് ഈ അമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല. സാങ്കേതികത്വങ്ങൾ മാത്രം പറഞ്ഞ് ഈ 2 പ്രായമായ മനുഷ്യരുടെ ജീവിതം ദുരിതത്തിലാക്കരുത്. ബന്ധപ്പെട്ട അധികൃതർ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണം. വെള്ളരിക്കുണ്ടിൽ നിന്നും ക്യാമറ പേഴ്സൺ സനൽ എളമ്പച്ചിക്കൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.